സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. നമസ്കാരം, എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. മലയാളത്തിന്റെ ഹാസ്യ കുലപതി SP പിള്ളയുടെ 100ാം ജന്മദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമോളാണ് ഇന്ന് ഭീമ സിനിമ ചിരുമ വേദിയിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഗസ്റ്റിനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിനെ ക്ഷണിക്കണ്ടേ? സർ പ്ലീസ്. അപ്പോൾ നമുക്ക് വിളിക്കാം. മലയാള സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയങ്കരിയായ ഹാസ്യതാരം മഞ്ജു പിള്ള. മഞ്ജു, ജീവിതം എങ്ങനെ പോകുന്നു? തട്ടിയും മുട്ടിയൊക്കെ പോണു. തട്ടിമുട്ടി. സുജിത്ത് എന്ന് പറയുന്നു ഹാപ്പി. ഇപ്പോൾ ഇതിന്റെ തിരക്കിലായിരിക്കും ദൃശ്യത്തിന്റെ തമിഴും സുജിത്ത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ് അല്ലേ? ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പം. അത് ഓടി വന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഞങ്ങള് ചേട്ടത്തി അനിയത്തിയാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ആണോ? സത്യം. ഞങ്ങള് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ആരാണ് ചേട്ടത്തിന്ന് ചോദിച്ചത്? ശരിയാ, പറയാൻ പറ്റില്ല ഇപ്പൊ. പക്ഷെ അന്ന് സുബി ഇച്ചിരി മെലിഞ്ഞായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. ഒരു തിരക്കുള്ള ഒരു ക്യാമറാമാൻ്റെ വൈഫ് എന്നുള്ള നിലയാണോ ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തിരക്കുള്ള ഒരു TV സിനി ആക്ട്രസ് എന്നുള്ള നിലയിലാണോ മഞ്ജു? ഞാനിപ്പോ ഒരു നല്ല അമ്മ എന്നുള്ള രീതിയിലാണ് സാർ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നത്. വെരി ഗുഡ്. മോളിപ്പോ 9-ലായല്ലേ? അല്ല, 7-ല്. 7-ലായിട്ടുള്ളൂ. 2 വയസ്സ് കൂട്ടി. അതിന്റെ അർത്ഥം സാർ എന്റെ 2 വയസ്സ് കൂട്ടിയെന്നല്ലേ സാർ? 7th പഠിക്കുന്നു. മോളുടെ പേരെന്താണ്? ദയ. ദയ. ഓ, നല്ല പേര്, നല്ല പേര്. സ്റ്റേജ് ഷോസ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്കിറ്റില് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഒരു സ്കിറ്റിൽ ഓപ്പോസിറ്റ് വരാൻ പാകത്തിന് എന്താണെങ്കിലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് സ്നേഹം നിലനിൽക്കുന്നത്. പിന്നെ സീരിയല് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി പോകുന്ന ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളായിട്ടാണ് പോയിട്ടിരിക്കുന്നത്. അല്ലാണ്ട് വഴക്ക് കൂടുന്നതായിട്ട് ഇതുവരെ ഒരു സീരിയലിൽ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നല്ല സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്ക്രീനിൽ എല്ലാവരും നമുക്കറിയാം, മിനി സ്ക്രീനിൻ്റെ ബിഗ് സ്ക്രീനിൻ്റെ ഒരുമാതിരി പേരെയൊക്കെ അറിയാം. എന്നാലും എനിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് മഞ്ജു ചേച്ചി. എനിക്ക് എന്ത് കാര്യങ്ങളും വിളിച്ച് പറയാം. എന്നെ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യും. വീട്ടിൽ മമ്മി കഴിഞ്ഞാൽ പിന്നെ എന്നെ വഴക്ക് പറയുന്നു, ഒന്ന് ടിനിറ്റോവും, പിന്നെ ഒരാൾ ചേച്ചിയാ. ഈ മഞ്ജുവിന്റെ കലാജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഡാൻസ് ആയിരുന്നോ? സാർ കളിയാക്കിയതാണോ? അല്ല അല്ല അല്ല, സുബി തുടങ്ങിയത് ഡാൻസർ ആയിരുന്നു എന്ന് ഞാൻ വളരെ താമസിച്ചിട്ടാണ് അറിയുന്നത്. സുബി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സുബിയുടെ ഒരു സിസ്റ്റർ ഡാൻസ് ചെയ്യണം എന്നില്ലല്ലോ സാർ. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്കൂളിൽ നിന്ന് ഞാൻ പുറത്താക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളൊന്ന് ഡാൻസ്, ഒന്ന് പ്രസംഗമാണ്. ഇനി നീ പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ ഇനി നീ ഡാൻസ് ചെയ്താൽ TC എന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അത്ര ഗംഭീരമായിട്ടുള്ള ഡാൻസർ ആയിരുന്നു. അതായത് ഞാൻ അരങ്ങേറ്റത്തിന് തന്നെ മംഗളം പാടി അവസാനിപ്പിച്ച ഒരു ഡാൻസറാണ്. സത്യം, ഞാൻ അരങ്ങേറിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ഞാൻ ആ ഫോട്ടോ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്.
എല്ലാവരും ഡാൻസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ മാത്രം ആ ദശയിലേക്ക് പോകും. അത് ദശ മാറിപ്പോകും. അതെന്താന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോട്ടോയിലും എല്ലാവരും ഈ പാവാടയൊക്കെ പിടിച്ചത് ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ മാത്രം ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്. ആ ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അന്നേ കോമഡിയനായിരുന്നു. അങ്ങനെയും കണക്കാണ്. അന്നത് കോമഡി ആയിട്ടല്ല ഉദ്ദേശിച്ചത്, ഡാൻസ് പോയതായിരുന്നു. പിന്നെ ഇപ്പൊ ഫോട്ടോ കാണുമ്പോ നല്ല കോമഡി കാണുന്നവർക്ക് കോമഡി ആയിരുന്നു. ഈ അഭിനയം അല്ലെങ്കിൽ ഹ്യൂമർ ക്യാരക്ടർ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ആദ്യം സിനിമയിലാണോ ആദ്യം മിനി സ്ക്രീനിലാണോ? മിനി സ്ക്രീനിലാണ് ചെയ്ത് തുടങ്ങിയത്. അതിൽ ഞാൻ ആർ ഗോപിനാഥ് സാറിൻ്റെ ഒരു ഇൻസ്റ്റന്റ് ഓണം എന്ന് പറഞ്ഞൊരു ഒരു എപ്പിസോഡ് ആണ് ഇത്. സിദ്ദിഖേട്ടനില്ലേ ആർട്ടിസ്റ്റ്, സിദ്ദിഖേട്ടനും ഞാനും കൂടി അഭിനയിച്ച ഒരു ഓണം, ഇൻസ്റ്റൻ്റ് ആവുന്നു ഓണങ്ങളെല്ലാം, അത്തപ്പൂക്കളം വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് പിന്നെ അത് വേറൊരു എന്താ പറയുക, ഒരു സീരിയൽ ഇതിലാക്കിയിട്ട് ഞാനും ജഗദീഷ് ഏട്ടനും കൂടി ചില കുടുംബ ചിത്രങ്ങൾ, പിന്നെ അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പരയാക്കി അത് ചെയ്തു. അതാണ് ഗോപി സാറാണ്, ആർ ഗോപിനാഥാണ് എന്നെ ഒരു ഹ്യൂമർ ട്രാക്കിലേക്ക് കൊണ്ടുവന്നത്. സിനിമയിൽ ചെയ്യുന്നത് ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് സത്യ സാറിൻ്റെ, അതാണ് ഞാൻ ചെയ്തത്. മലയാളത്തിലെ ഹാസ്യ ചക്രവർത്തിമാരിൽ ഒരാളാണ് പിള്ള സാറ് അല്ലേ? SP പിള്ളച്ചേട്ടൻ എന്ന് പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളൊക്കെ കലാരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഒരു എന്താ പറയുക, നമുക്കൊക്കെ ഇന്നും ആ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ അത്ഭുതത്തോടും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമർ ആക്ടറാണ്. ആ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ എന്നുള്ള നിലയിൽ ഈ ബ്ലഡിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും ഡാൻസും പ്രസംഗമല്ല, അഭിനയം എങ്ങനെയാണെങ്കിലും ഹ്യൂമർ എങ്ങനെയാണെങ്കിലും അത് വന്നേ വരും. കാരണം അത് ബ്ലഡിൽ കിടക്കുന്നതല്ലേ. അല്ല, എന്നെ ഈ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഞാൻ ഇത് ശരിക്കും മിമിക്രി കലാകാരന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ആണെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഈശ്വരൻ, എനിക്ക് മിമിക്രിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനിത് അവിടെ പോയി എന്ത് ചെയ്യാനെന്ന് ആലോചിച്ചു. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ അപ്പൂപ്പനും ഒരു മിമിക്രി കലാകാരനായിരുന്നു. 8ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ വെച്ചെന്തോ പഠിത്തം നിർത്തുകയും, അതായത് വിദ്യാഭ്യാസം പിന്നെ തുടർന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് നിർത്തിയത്. അമ്പലത്തിൽ ചെണ്ട കൊട്ടും. അപ്പനൊരു ബ്രദറേ ഉണ്ടായിരുന്നു. അപ്പനും ഈ ബ്രദറും കൂടെ ചെണ്ട കൊട്ടിയിട്ട് അവിടുന്ന് കിട്ടുന്ന പടച്ചോറ്, ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറിൻ്റെ പകുതി എടുത്ത് മാറ്റി വയ്ക്കും രാത്രി കഴിക്കാൻ. ഉച്ചയ്ക്ക് കഴിച്ച് അങ്ങനെ വന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഈ അത്യാവശ്യം കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യും. അപ്പം അവിടെ ശ്രീ വള്ളത്തോൾ അവിടെ എത്തിയപ്പോൾ കർട്ടൻ വലിക്കാൻ നിൽക്കുമായിരുന്നു അപ്പൂപ്പൻ. അപ്പോൾ വള്ളത്തോൾ അദ്ദേഹം പ്രസംഗിച്ച് മാറിക്കഴിഞ്ഞപ്പോൾ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അടുത്ത കലാപരിപാടിക്ക് തൊട്ട് മുമ്പ് ഗ്യാപ്പ് വരുമ്പോൾ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വള്ളത്തോളിനെ ഇമിറ്റേറ്റ് ചെയ്തു ആ സ്റ്റേജിൽ. ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അപ്പം ആ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അപ്പൂപ്പനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കലാമണ്ഡലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവിടെ ചെന്നാണ് പിന്നെ അദ്ദേഹം ഒരുപാട് കഥകളിയും അതും ഇതുമൊക്കെ ചെണ്ടയും ഒക്കെ പഠിച്ച് പിന്നെ ഒരു കലാകാരനായിട്ട് SP പിള്ള എന്ന് പറഞ്ഞറിഞ്ഞു. എസ് പങ്കജാക്ഷൻ പിള്ള എന്നായിരുന്നു SP പിള്ള എന്നുള്ള ലേബലിൽ വന്നതിന് ശേഷം. അദ്ദേഹത്തിന്റെ ചില പഴയ കുറിപ്പുകളൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ മുമ്പേ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ആക്ടറാണ്. ഏറ്റുമാനൂർ അപ്പനെ പറ്റി അദ്ദേഹം എപ്പോഴും പറയും. മലയാളത്തിലെ ഒരു ആചാര്യൻ അല്ലേ? ഹാസ്യ കലാകാരന്മാരെല്ലാവരും ആചാര്യസ്ഥാനത്ത്, ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് പിള്ള സാർ. ആ പിള്ള സാറിന്റെ കൊച്ചുമോള് 100ാം വാർഷികത്തിൽ നമുക്ക് കിട്ടി എന്നുള്ളത് ഞങ്ങളുടെയും ഭാഗ്യം. ഇപ്പൊ മിമിക്രി വേദികളിൽ നിന്ന് വന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. വേദികളിൽ നിന്ന് വന്ന കലാകാരന്മാരും സുബിയൊക്കെ അങ്ങനെ വന്നതാണ്. സുബി ഡാൻസറാണ് ബേസിക്. ഡാൻസിൽ രക്ഷയില്ലാന്ന് കണ്ടപ്പോ നേരെ മിമിക്രിയിൽ വന്നു. അതെ, സുബി ഡാൻസറാണെന്ന് ഞാൻ ഈ വേദിയിൽ വെച്ചിട്ടാണ് അറിയുന്നത്. കാരണം ഇവിടെ ഒരു സമയത്ത് സുബിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഗംഭീര ഡാൻസ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ സുബി നന്നായി ഡാൻസ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും സുബിയെ ആസ് എ ഡാൻസർ ആയിട്ടാണ് ഇഷ്ടം കേട്ടോ. ആക്ട്രസ് എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് ഡാൻസർ ആയിട്ടാണ് ഇഷ്ടം. കാരണം ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. ഇല്ല, ഞാൻ ഒരിക്കലും വഴി മുടക്കാനോ അല്ലെങ്കിൽ വന്നിട്ടില്ല. ഞങ്ങൾ രണ്ട് ദിശയിൽ യാത്ര ചെയ്യുന്നതാണ് കോമഡി ഫീൽഡിലാണെങ്കിലും. അതുകൊണ്ട് അങ്ങനത്തെ പോട്ടിയില്ല. പിന്നെ ഡാൻസറായിട്ട് ഞാൻ തന്നെ ശ്രമിച്ചിട്ട് കോലടിച്ചതാ. കുഴപ്പമില്ലല്ലോ, അങ്ങനെ പ്രശ്നമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി വേദികളിൽ നിന്ന് മിമിക്രി വേദികളിൽ നിന്ന് സുബി സിനിമയിലെത്തി. അതേപോലെ ഇപ്പോൾ മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ കൂടിയുണ്ട്. സുബിയുടെ ഒക്കെ
ഒപ്പം വേദി പങ്കിടുന്ന ഒരു കലാകാരനുണ്ട്. അത് മറ്റാരുമല്ല, നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. ഷിനോദ് മലയാറ്റൂർ. മഞ്ജു വന്നപ്പോ ഓടി വന്ന് ആ ഒരു ആഗ്രഹം കൊണ്ട് കൊറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു തോന്നുന്നു ബാക്ക് സ്റ്റേജില്. അല്ല, അങ്ങനെ ചെയ്യണ കൊണ്ട് തെറ്റില്ല, തെറ്റായിട്ട് നമ്മൾ വിചാരിക്കാതിരുന്നാ മതിയല്ലോ. പക്ഷെ വിചാരിക്കാതിരിക്കണം, അതാണ് നമുക്ക് ആഗ്രഹിക്കാം. അതെ, അല്ലേ പറ്റൂ. ഷിനോദായിട്ട് നിങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്? ഇല്ല സർ, ഞാൻ പറഞ്ഞില്ലേ നല്ല ആൾക്കാരുടെ കൂടെ ഞാൻ സ്റ്റേജ് ഷോ ചെയ്യാറുള്ളൂ. ഞാനും ആ വാശിയിലാണ്, നല്ല ആൾക്കാരുടെ കൂടെ. നല്ല ആൾക്കാരെന്ന് പറഞ്ഞു, നല്ല പെൺകുട്ടികൾ നല്ല അല്ല പറഞ്ഞ ആൾക്കാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതുപോലെ ഈ നമ്മൾ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരും, നമ്മളെ സഹായിക്കാൻ വരും. ഒരുപാട് വരും. ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എസ്പിബിളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഞാൻ അമേരിക്കയിൽ ഷോ ചെയ്യാൻ പോയപ്പോൾ ഷോ കഴിയുമ്പോൾ നമ്മൾ സ്പോൺസേഴ്സ് നമ്മളെ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിച്ചത്, അവരുടെ ഫ്രണ്ട്സിൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരിക്കും കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ഇതിലായിരിക്കുന്നത്. കാരണം 2 മണിക്കൊക്കെ ആയിരിക്കും വന്ന് ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഷോ കഴിഞ്ഞിട്ട്. ഞങ്ങൾ ആകെ ഫെഡപ്പായിട്ടിരിക്കുക. ഞാൻ, രമ്യ നമ്പീശനുണ്ട്, ജ്യോതിർമയി, സയനോര, അങ്ങനെ കുറച്ച് ഗ്യാങ്ങുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അതിന് മുമ്പേ ഞാൻ ശ്രദ്ധിച്ചു, സ്റ്റേജിൽ ഒരു സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഒരു ചെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കയറി 4 കാലം നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. പുള്ളി കിട്ടുന്നില്ല, ഫോക്കസ് ഒന്നും പുള്ളിക്ക് കിട്ടുന്നില്ല. 4 കാലം നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ പുള്ളി അവിടെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വന്നു. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇത് മഞ്ജു ഭയങ്കരമായിട്ട് എതിർക്കണേ, ഭയങ്കരമായിട്ട് ഈ പറയുന്നതിനൊക്കെ എതിർക്കണം. ഇദ്ദേഹം സംഘാടകൻ അതിന് സംഘാടകൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ മനസ്സിലായി? നമസ്കാരം. പിള്ളച്ചേട്ടൻ്റെ മരുമോൾ അല്ല അല്ലേ ഏട്ടാ, ഞാനല്ല. എന്നോടാണോ പറയുന്നേ ചേട്ടാ? അല്ല, കൊച്ചുമോളാണ്. മരുമോൾ അല്ല, പിള്ളച്ചേട്ടൻ്റെ ചേട്ടാ കൊച്ചുമോളാണ്. ഈ മരുമോൾ എന്നോടാണോ പറയുന്നേ? എനിക്ക് ഇത്ര നാളായിട്ട് പിള്ളച്ചേട്ടനെ അറിയാം. എന്നോടാണോ പറയുന്നേ? നിങ്ങൾ പറ. അല്ല ചേട്ടാ, ഞാൻ കൊച്ചുമോളാണ്. കൊച്ചിന്റെ കള്ളം പറയുന്നേ എന്നോട്. ചേട്ടൻ അറിയത്തില്ലല്ലോ എന്റെ കുടുംബത്തെ കാര്യം. ചേട്ടാ, ഞാൻ കൊച്ചുമോളാണ്. എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ട് അറിയാം. ഏത്, എന്റെ ഫാമിലിയോ? എന്റെ ഫാമിലിയെ ഞാൻ അറിയാം, പിന്നെ മരുമോളുടെ അച്ഛനെ അറിയാം, എല്ലാരും നന്നായിട്ട് അറിയാം. ഈ കൊച്ചു ഒന്ന് പോയേ, കള്ളാണെങ്കിൽ പോയേ. ചേട്ടാ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ചേട്ടൻ എന്തെങ്കിലും വിചാരിക്കും. കൊച്ചു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചി കാണിക്കുന്ന ഒരു മാതിരി വൃത്തിയാണ് കേട്ടോ. കൊച്ചിന് സമ്മതിച്ചാലെന്താ? കൊച്ചിന് സമ്മതിച്ചാലെന്താ? മരുമോളാണെന്ന്. ഞാൻ കൊച്ചുമോളാണെന്ന് നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെ പറ്റത്തില്ലല്ലോ. കൊച്ചിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ഉള്ളൂ. പിള്ള സാറിന്റെ മരുമോളാണെന്ന് ഞാൻ സമ്മതിപ്പിച്ചിട്ടേ. എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു കൊച്ചേ. എന്ത്? എന്നോട് ഇത് ചെയ്യാൻ പാടില്ല. എന്താ സംഭവം? എന്താ പറ. ഈ കൊച്ചിന്റെ സീരിയൽ ഞാൻ കണ്ടു തന്നെ, പിള്ള സാറിന്റെ. എന്ത് ഭർത്താനായി പറയണത്? SP പിള്ള സാറൊക്കെ മരിച്ചു പോയിട്ട് എത്ര കൊല്ലമായി? ആ സമയത്ത് സീരിയൽ ഉണ്ടോ? അല്ല, ഈ പുള്ളിക്കാരത്തിന്റെ അപ്പൂപ്പൻ. എന്റെ അപ്പൂപ്പൻ? അയ്യോ, അതല്ല. പിന്നെ GK പിള്ള സാറ്, അതായത് നമ്മുടെ പ്രൊഫസർ ജയന്തി, ആ സാറിന്റെ സീരിയലിൽ ഈ കൊച്ചു മരുമോളായിട്ട് അഭിനയിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. എന്നാലും കൊച്ചു ഇത് എന്നോട് പാടില്ലായിരുന്നു. ശരി, എന്നാ ശരി. ഓ ശരി, സമ്മതിച്ച്. അവസാനം ഒരു ചോദ്യം എന്നോട്, GK പിള്ള എന്താ പിള്ളയല്ലേ? എന്താ ബിബിച്ച? കുറിപ്പേട്ട ഇറങ്ങിയോ? ഇറങ്ങാനോ? എങ്ങോട്ട് ഇറങ്ങാൻ? മൂടിപ്പോച്ച് കിടക്കുന്ന ആളെ എങ്ങോട്ട് ഇറങ്ങാനാ? ആഹാ, നല്ല ആളാ.
ആര് കുറുപ്പേട്ടനോ? വേറെ ആരും ഇല്ലെങ്കിൽ ആ എന്നോട് പറഞ്ഞാ നിന്ന് രാവിലെ എൻ്റെ ഒപ്പം നടക്കാൻ വരാന്ന്. ആ അങ്ങനെ ഈ വീട്ടിലുണ്ടായിട്ട് ഇവിടുത്തെ കാര്യമൊന്നും നടക്കുന്നില്ല, പിന്നെ ഇങ്ങോട്ട് ഓടാൻ വന്നിട്ട് ഇനി എന്ത് നടക്കാനാ? അല്ല എൻ്റെ അടുത്ത് പറഞ്ഞേ 2-3 ദിവസമായിട്ട് എൻ്റെ നെഞ്ചിന്റെ സൈഡിൽ ഈ സൈഡിലൊക്കെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്യാസിന്റെ ആക്കും രാവിലെ ഒന്ന് എനിക്ക് ഓടിക്കഴിഞ്ഞൊന്ന് കുറയൂന്ന് പറഞ്ഞാണല്ലോ. അതെ, പുറത്തിറങ്ങി പണിയെടുക്കാനുള്ള മടി കൊണ്ട് പറയുന്നതാ. അകത്തോട്ടൊന്ന് കയറി നോക്കിയേ, മൂടി പോച്ച് കിടന്ന് ഉറങ്ങുക. അല്ല പുള്ളിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് കൊള്ളാല്ലേ? ഷുഗർ മാത്രമല്ല, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. ആ ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഉറക്കത്തിൽ തട്ടിയിടുന്നത്. എന്ത് ഈ അറ്റാക്ക് വന്ന് ചത്തു പോണത്. ആണോ? ചെന്ന് നോക്ക് ചരിഞ്ഞെടുപ്പുണ്ടോന്ന്. എന്ത്? അല്ല അല്ല ചരിഞ്ഞെടുപ്പുണ്ടോന്ന് നോക്ക്. ഓ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ആ മാലതിയുടെ ജലജടൊക്കെ ഓടാൻ പോയി മുട്ടി നട്ടിയൊക്കെയാണ് ഓടാറുണ്ട്. അയ്യോ പോയേ, അയ്യോ പോയേ. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞ അറം പറ്റിപ്പോയാ. എടിയേ ദേ നമ്മളെ കുറിപ്പേട്ട പോയടേ. അയ്യോ ഹലോ സുമാരാ, അയ്യോ നമ്മളെ കുറിപ്പേട്ടൻ പോയിട്ടാ. വെളുപ്പാൻ കാലത്ത് 5 മണിക്ക് ശവടക്കാം. ഒന്നും പറയാറായില്ല. അവൾ ഇവിടെ കിടന്ന കരയുന്നു. അവൻ കുറിപ്പേട്ട പോയില്ലേ? എവിടെ പോയിന്ന്? എവിടെ പോയി? കുറിപ്പേട്ട പോയിട്ടില്ല കേട്ടോ. പോയേ കുറുപ്പേട്ട, എന്റെ അച്ഛൻ പോയി. നിന്റെ അച്ഛൻ 25 വർഷം മുമ്പ് ചത്തടിഞ്ഞ് മണ്ണടിഞ്ഞ് പോയല്ലടി. അതല്ല, എന്റെ അച്ഛന്റെ ഓർമ്മക്ക് തന്നെ തുപ്പക്കോളാമ്പിയില്ലേ, അത് പോയി. തുപ്പക്കോളാമ്പി പോയതിനാണ് ഈ പെണ്ണുമുള്ള ഈ മാതിരി കിടന്ന് കാറിയത്. വേറൊന്നുമല്ല, അവിടെ അപ്പൻ മരിക്കാൻ നേരത്തെ അവക്ക് കൊടുത്താണ് ഒരു തുപ്പൽ കോളാമ്പി. വേറെ എല്ലാ മക്കൾക്കും സ്വത്ത് വിധിച്ചു കൊടുത്തു. എനിക്ക് വെക്കുന്ന തുപ്പൽ കോളാമ്പി അന്ന് മുതൽ ഇത് അപ്പനായിട്ട് കണ്ടു വെച്ചോണ്ടിരിക്കുന്നത്. അത് പോയെന്ന്. അത് മാത്രമല്ല, അമ്മയെ പോയി, ആങ്ങളെയും പോയി. ഈ തള്ള ഇപ്പൊ ഈ വയസ്സം കാലത്ത് ആരും കൂടെ പോയി? എടോ ഇതൊന്നും അല്ലെന്ന്. ഒരു അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു ടൈം പീസ് കൊടുത്തു, പഴയ ദ്രവിച്ച് തുരുമ്പിച്ച ഒരു ടൈം പീസ്. അതാണ് ഇവളുടെ അമ്മയെ നീ പറയുന്നത്. ആങ്ങ എന്ന് പറയുന്നത് റേഡിയോ. ഈ ടൈം പീസിന്റെ കാര്യം പറയാതിരിക്കാതെ വർക്ക് ചെയ്യുന്നോ. 5 മണിക്ക് അലാറം അടിക്കണമെങ്കിൽ 4:45 നമ്മൾ എഴുന്നേറ്റ് അതിന് അടി അടിക്കും. അപ്പൊ 5 മണിക്ക് തള്ളയുടെ സൗണ്ടാ. എന്നാ ഇറിറ്റേഷൻ കേൾക്കാൻ. റേഡിയോ വേറൊന്നുമല്ല, ഇവിടെ ആങ്ങളുടെ ഡൽഹിയിലായിരുന്നല്ലോ ജോലി. അന്ന് ആ കാലത്ത് ഒരു റേഡിയോ കൊടുത്തു. റേഡിയോ എന്ന് പറഞ്ഞാൽ വാൽവ് റേഡിയോയാ. വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിലിട്ട് വർക്ക് ചെയ്യണം. അതായത് വൈകുന്നേരം 5 മണിക്കത്തെ ന്യൂസ് കേൾക്കണമെങ്കിൽ രാവിലെ 9 മണിക്ക് ഓണാക്കിയ ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്, കൊല്ലം ഇങ്ങനെ ഒരു അവനും പറഞ്ഞാൽ ഇതുപോലെ തിരിയത്തില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. നീ മിണ്ടി പോകരുത്. അത് പോയത് പോയി. എല്ലാം കൂടി ഒരു 10-100 രൂപ വരും. അതിക്കുള്ളൊന്നും ഇല്ലത്. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും പോയാൽ പുതിയ ഒരെണ്ണം എന്താ നിങ്ങൾ സമ്മതിക്കോ? ഞാൻ എവിടുന്നെങ്കിലും മേടിച്ചാൽ നീ ഒന്നും മിണ്ടായിരിക്കും. അത് പോട്ടെ. ഇത് മോഷണം. മോഷണമാണെങ്കിലും പോട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത. അല്ല ഞാൻ പറഞ്ഞേക്ക്. എന്ത്? ഇത് നമുക്ക് പോലീസിൽ അറിയിക്കണം. ഇത് പോലീസിൽ അറിയിക്കണം. നീ പോയായിരുന്നു. അല്ല ഞാൻ പറഞ്ഞേക്ക്. എന്തിന്? കുറിപ്പേട്ട നീ കഴിഞ്ഞ ദിവസം ദിവാറിന്റെ വീട്ടിൽ കയറി, ജവന്റെ വീട്ടിൽ കയറി, ഇന്നിപ്പോ കുറിപ്പേട്ടന്റെ വീട്ടിൽ കയറി. നാളെ എന്റെ വീട്ടിൽ കയറില്ലാന്ന് കണ്ട് ആര് കണ്ട്? ഇവിടുത്തെ വാരി തുപ്പക്കോളാമ്പി മറ്റേ ഇതൊന്നും അല്ല. എന്റെ വീട്ടിൽ DVD പ്ലെയർ എന്റെ പെണ്ണുമുള്ള 19 പവൻ ഇരിക്കണ. ഇത് പോയത് പൊക്കോട്ടെന്ന്. ഇതൊരു പ്രയോജനമില്ലാത്ത സാധനമാണ്. നിങ്ങൾക്കത് പ്രയോജനമില്ല, പക്ഷെ എനിക്ക് പ്രയോജനമുണ്ട്. ഇതെന്തായാലും പോലീസിൽ അറിയിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പോലീസിൽ അറിയിക്കാന്ന്. വേണ്ട, കുറിപ്പേട്ട ഒന്നും മിണ്ടരുത്. ടിപ്പിച്ച വേണ്ട. ടിപ്പിച്ച ഞാൻ എടി ഞാൻ ഒരു കാര്യം പറയാം. ജീവിച്ചിരുന്നപ്പോ നിന്റെ അച്ഛനും അമ്മയൊക്കെ കുറിച്ചായിരുന്നു. ഇപ്പൊ മരിച്ചു പോയപ്പോഴും കുറിച്ചായിട്ട് വന്നിരിക്കുക. അതിലും ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അയാളെ കാണുമ്പോ എനിക്ക് കാക്കിച്ചു തുപ്പാ. കുറിപ്പേട്ട ഞാൻ 100-ൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 100-ൽ വിളിച്ച സമയത്ത് ആ 200-ൽ വിളിച്ചിരുന്നെങ്കിൽ പോലീസ് ഇപ്പൊ ഇവിടെ എടി 200 കൺഫർ സ്റ്റേഷനാണ്, 100 പോലീസ് സ്റ്റേഷൻ, 101 ഫയർഫോഴ്സ്. നിനക്ക് ഇതുവല്ല അറിയോ? നീ പോലീസിനെ വിളിച്ചു പറയില്ല. എനിക്ക് പോലീസിനെ പേടിയാ. എന്റെ കുറിപ്പേട്ട പോലീസിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നതിനാ? എന്തിനാ പേടിക്കുന്ന കാര്യമുള്ള? മനുഷ്യന്റെയും നമ്മുടെ സ്വത്തിന്റെയും സംരക്ഷണം നൽകുന്ന ആൾക്കാരാണ് പോലീസ് എന്ന് പറയുന്നത്. അയ്യോ ദൈവമേ, പോലീസ് വന്നു. പോലീസ് ആരുമില്ല, എല്ലാരും പോയല്ലോ. ശരിയാണല്ലോ, എല്ലാരും പോയത്. നമ്മളാരോട് ചോദിക്കും? കുറച്ച് ആൾക്കാർ വാട്ടാ. ആരെങ്കിലും ഒക്കെ ആരുമില്ല അവിടെ. കുറുപ്പാരാ? കുറുപ്പ് കുറിപ്പ് ഞാനാണ്. ഞാനാ. അതാരാ? ഭാര്യ ഗോമതി. വാടി. എന്താ സംഭവിച്ചതാ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. നൂറിലേക്കോ? 100ലേക്ക് വിളിച്ച പിപ്പിച്ചാ. പോലെ എന്താ മോഷണം പോയ? ഒന്നും പോയില്ല. ഒന്നും മോഷണം പോയിട്ട് പോയി സാറേ. എന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും മോഷണം പോയി. എന്റെ പൊന്നേ, മാൻമിസിംഗ് ആണ്. ഈ 3 പേര് പോയിട്ടാണ് ഇയാൾ ഒന്നും കളഞ്ഞില്ലെന്ന് പറഞ്ഞത്.
സാറേ മൈനസിങ് എന്നത് ഈ തുപ്പൽ കോളാമ്പി എന്ന് പറയുന്നത് ഇവിടെ അപ്പൻ, എന്താ അത്? അതായത് ചെറുപ്പത്തിൽ അപ്പം മരിക്കുന്നതിന് മുമ്പ് ഇവക്ക് കൊടുത്തതാണ്. ഓ ശരി ശരി ശരി. പിന്നെ ടൈം പീസ് എന്ന് പറയുന്നത് ഇവിടെ അമ്മ. മനസ്സിലായോ? ഈ ആങ്ങളെ എന്ന് പറയുന്നതാണ് റേഡിയോ. അതാണ് ഈ പക്ഷെ സംഭവം. അവരെ പോലെ ഈ വസ്തുക്കൾ ചേച്ചി സ്നേഹിക്കുകയാണല്ലേ? ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. വിഷമമുണ്ട് ചേച്ചിക്ക്. ഏതായാലും മോഷണം തന്നെയാണ്, നമുക്ക് അന്വേഷിക്കേണ്ടി വരും കേട്ടോ. മോഷണം പോയ സാധനങ്ങൾ എന്തായാലും ഞങ്ങൾ ഇടപെട്ട സ്ഥിതിക്ക് അന്വേഷിച്ചിരിക്കും. അപ്പേ ഒരു കാര്യം ചെയ്യട്ടെ, പിപ്പിച്ചനാന്ന് ഊരിലേക്ക് വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ? അല്ല സാറേ, എന്താ ഞങ്ങൾക്ക് പരാതിയില്ല. അയ്യോ അങ്ങനെയല്ല, പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ പറഞ്ഞില്ല. എന്ത് സാധനം പോലും നിങ്ങൾ പരാതി കൊടുക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇൻഫർമേഷൻ തന്നു, ഞങ്ങൾ പോലീസുകാർ ഇവിടെ വന്നു, ഈ കേസിൽ ഇടപെട്ടൂലേ. ഇവിടെ വന്നപ്പോൾ പരാതിക്കാരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരാതിക്കാർ വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കേസിലെ പരാതിക്കാരാണ് ഞങ്ങൾ പോലീസുകാർ. അപ്പോ ഇവിടെ പതിവില്ലാതെ ഇന്നലെ ആരാ വന്ന? സാറേ പതിരില്ലാതെ ആരും വരാറില്ല. പതിവില്ലാണ്ട് ആരെങ്കിലും വന്നായിരുന്നു? പേടിച്ചിട്ടാ. പതിവില്ലാതെ ആരും ഇവിടെ വരാറില്ല. പിന്നെ പതിവായി വരാറുള്ളത് പിപ്പിച്ചൻ, എന്റെ അയൽവക്കംകാരൻ. പിപ്പിച്ചൻ പിന്നെ എപ്പോഴും വീട്ടിൽ വന്ന് കയറുക, എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനുഷ്യനാ പിപ്പിച്ചൻ. അത്രേ ഉള്ളല്ല, വേറെ ആരും അങ്ങനെ വരാറൊന്നും. അപ്പൊ പിപ്പിച്ച നീ പോയി അതിങ്ങോട്ട് എടുത്തോളൂ. നീ അല്ല, നീ എന്തെടുക്കാനാ പോയത്? അല്ല എനിക്കറിയാൻ പാടില്ല എന്തെടുക്കാനാ പോയത്. എടാ റേഡിയോയും കോളാമ്പിയും മറ്റേ ടൈം പീസും എടുത്തോണ്ട് വാടക ഇങ്ങോട്ട്. എന്റെ പൊന്നു സാറേ, ഞാൻ അത്രക്കാരനല്ല. നീ അത്തരക്കാരനല്ല. പിപ്പിച്ചനല്ലായിരിക്കും. പിപ്പിച്ചനല്ലായിരിക്കും എന്നല്ല, ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ. എങ്ങനെ? അതായത് ഇതിന്റെ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി ഇന്നലെ രാത്രി ഇവൻ മോഷ്ടിച്ചു. അതെ. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ അവൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 100ലേക്ക് വിളിച്ചു പറഞ്ഞു. മനസ്സിലായില്ലേ? അവൻ ഭയങ്കര ജന്മന ക്രിമിനലാണ്. അവൻ അടിച്ചാണ്ടല്ലോ. എവിടെയാ നിന്റെ വീട്? പിപ്പിച്ച വീട് എവിടെയാ? നിനക്ക് എന്താ പണി? എവിടെ പണി? പിടിച്ചാണ്ടോ എന്നെ? സാറേ പിപ്പിച്ചിന് അത്തരക്കാരനല്ലായിരുന്നു. പിപ്പിച്ചൻ അക്കരക്കാരനാണ് ഇക്കരക്കാരനാണെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ, പോലീസ് ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഇനി നമ്മൾ ഇടയിൽ പെട്ടുപോയി. അതെ, എഴുതിക്കോ. എടാ എഴുതാമോ? മാസ്റ്റർ എഴുതിക്കട്ടെ കേട്ടോ. അതായത് ഇന്ന താലൂക്കിൽ താമസിക്കുന്ന ഇന്ന വില്ലയിലെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വീട്ടിലുള്ള ഇന്ന ആളുടെ ഭാര്യയും താമസിക്കുന്ന ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന സാധനങ്ങൾ മോഷണം പോയി. അത് മോഷ്ടിച്ചത് ഇന്ന ആള്, ഇന്ന വീട്ടിൽ ഇന്ന കറിയിൽ ഇന്ന ആള്, ഇന്ന ആള് കേട്ടോ. അങ്ങനെ ഇന്ന ആളുകളാണ് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെ എഴുതില്ലേ? ഓക്കെ, എന്താ എഴുതിയാ? നമസ്കാരം. നമുക്കറിയാം പിപ്പിച്ചൻ അതിനകത്ത് നിരപരാധിയാണ്. കാരണം ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അതിന്റെ ഇന്ത്യ കൂട്ടുകാരാണ്. ഞങ്ങള് ഭയങ്കര അടുപ്പമുള്ള ഭയങ്കര കൂട്ടുകാരാണ്. ഞങ്ങള് അറിയാലേ? പിന്നെ ഞങ്ങള് ഭയങ്കര ഇന്ത്യ കൂട്ടുകാരാണ്. പിന്നെ അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിക്കരുത്. ഞങ്ങളെ നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കൂട്ടുപ്രതിയാണ് സംഭവം. ഈ കേസിന്റെ തലയിൽ വന്നപ്പോ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചു. ഇവിടുന്ന് 3 സാധനങ്ങളാണ് മോഷണം പോയത്. ഒരു കാരണവശാലും ആ പ്രതിക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം നിർവഹിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു സാധനം ഇങ്ങനെ പിടിച്ച് ഒരു സാധനം ഇങ്ങനെ പിടിച്ച് അച്ഛനെ കടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെ മനസ്സിലായില്ലേ? അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സഹായം ഉണ്ടായിരുന്നാണ് ഈ നിൽക്കുന്ന കൂട്ടം. അപ്പൊ നമുക്ക് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. ഇവർ രണ്ടുപേരെ ഇന്ന് നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ കൂടെ വരണം. അതായത് ഈ കേസിൽ പരാതിക്കാർ ഞങ്ങളാണ്. നിങ്ങൾ പരാതി തന്നിട്ടില്ലെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കും. കേസെടുത്തല്ലേ? അതെ. ഇപ്പൊ പരാതിക്കാർ ഞങ്ങളാണ്. പ്രതിയായിരിക്കുന്ന പിപ്പിച്ചനാണ്, മറ്റേത് കൂട്ടുപ്രതി. സാക്ഷിയായിട്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച ജാമ്യം കിട്ടുള്ളൂ. അപ്പൊ 2-3 ദിവസം നിങ്ങളും സ്റ്റേഷനിൽ താമസിക്കേണ്ടി വരും. അയ്യോ പോയാലോ? സാറേ അല്ല, ഒരു മിനിറ്റ് സാറേ, ഒരു അതെ ചേച്ചി, ഞാൻ അകത്ത് പോയിട്ട് ഈ മോഷണം നടന്ന 20 സാധനങ്ങൾ എവിടെ ഇരുന്നു സെർച്ച് ചെയ്തിട്ട് പോയി തള്ളി കൊടുത്തിട്ട് കാണിച്ച് നിന്റെ അപ്പനും അമ്മയല്ലേ പോയത്? എന്റെ മാഷ, നിങ്ങളൊക്കെ ഇവരൊക്കെ കൂട്ടുകൂടി വെറുതെ എന്തൊക്കെയാണ്? അല്ല സാറേ, ഇത് എങ്ങനെയും നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാലേ ഈ SI ഭയങ്കര പ്രശ്നക്കാരാണ്. അതല്ലേ? ഒരു ക്രൈം നടന്നോടത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര ക്രിമിനൽ. കണ്ടപ്പോ മനസ്സിലായി. അയ്യോ, ഭയങ്കര ചൂടനാണ്. അതിപ്പോ എന്താ ചെയ്യാൻ വയ്യ. നിങ്ങൾ നിരപരാധികളാണെന്ന് അറിയാൻ. സത്യം സാറേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ SI വരുമ്പോഴേ കാണിച്ചാൽ മതി. ഇതാണ് SIക്ക് ആവശ്യം. മനസ്സിലായല്ലോ?
അതെ ഞാൻ അവിടെ മുറിയിലൊക്കെ സെർച്ച് ചെയ്തു. തൊണ്ടി സാധനങ്ങൾ പോയ എല്ലാ മുറികളും നമ്മൾ സീൽ ചെയ്തു. 3 ബെഡ്റൂമും പുറകിലുള്ള ആ കിച്ചണും നമ്മൾ സീൽ ചെയ്താണ്. ഇനി പോലീസിന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് അടുക്കള പോലും തുറക്കാൻ പറ്റില്ല. അടുക്കള സീൽ ചെയ്തോ? സീൽ ചെയ്തു. സാറേ എന്നാ പുറയിലത്തെ ബാത്റൂം കൂടെ ഒന്ന് സീൽ ചെയ്തേക്ക്. എന്തിനാ? അടുക്കളയിലേക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലേക്ക് പോവാം. അല്ല സാറേ വേറെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങള് എന്തായി പറയണത്? എന്തായി പറയണത്? കേൾക്കുന്നില്ലല്ലോ. നിങ്ങളോട് കൈ മടക്കി കൊഞ്ഞാൻ കുത്താൻ പറഞ്ഞോ? പിന്നെ കൈ മടക്കി കൊടുക്കണം, കാശ് കൊടുക്കണം. കൈമടക്കെന്നാണ് പറഞ്ഞത്. വാ തുറന്ന് പറയണ്ടേ? എന്ത് കൊടുക്കേണ്ടി വരും സാറേ? എന്തോ എന്താണെങ്കിലും ഇവര് നിരപരാധികളാണ്, പാവങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? നമുക്ക് കണ്ടപ്പോ മനസ്സിലായ നിരപരാധികളാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ സംഭവം എന്താ പറയുക? ഈ സംഭവിച്ചെന്താ പറയുന്നത്? നിങ്ങൾ 100ലേക്ക് വിളിച്ചു പറഞ്ഞ പോയിട്ടല്ലോ. നേരെ 100ലേക്ക് വിളിച്ചു പോകുമ്പോൾ സ്റ്റേഷനിലേക്കാണ് ഈ വിളിച്ചു പറയുന്നത്. അതെ. അപ്പൊ അവിടെ തന്നെ അപ്പൊ തന്നെ കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്യും. അതിൽ 100ലേക്ക് വിളിച്ചു പറയുമ്പോൾ വേറെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള 100 സ്റ്റേഷനിലേക്ക് ഒരേ സമയത്ത് ഈ മെസ്സേജ് വരണം. അവിടെ ഒക്കെ ഈ കേസ് രജിസ്റ്റർ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ വിട്ടുകളയാം. പക്ഷെ 99 സ്റ്റേഷനിൽ സംഭവം കിടക്കും. മാത്രമല്ല 99 സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് പോലീസുകാരെ വിടണം. പോലീസുകാരെ വിട്ട് നമ്മൾ അവിടെ നിന്ന് കളയേണ്ട വരും. ഒഴിവാക്കണം അല്ലേ? അത് ഒഴിവാക്കണം വെച്ച് ചെലവ് കിട്ടും. ചെലവാണ് കുറച്ച്. സാറേ ഒരു അല്ല ഈ സാറിന് ഞാൻ എന്ത് വേണ്ടി വരും എന്ന് ചോദിക്കും വേഗം. സാറേ അപ്പൊ അതിന് എന്തൊരു മുടക്ക് വരും സാറേ? 99 പോലീസുകാരെ ഒരുപാട് സ്റ്റേഷനിലേക്ക് അയക്കണ്ടേ? അപ്പൊ 10-20 രൂപ ആവും കേട്ടോ. 20 അത്രേ ഉള്ളൂ. 20 രൂപ. 20,000 രൂപ. ഒരു പ്രശ്നമില്ല. 10 കൊടുക്കണം. ഒരു 10 അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. 10 സാറേ 10 പറ്റുമോ? 10 എന്തുട്ടാ ഒരു മര്യാദ ഇല്ലാതെ. ഇല്ലല്ലേ? ഒരു 17 പിടി. 17 പിടി. 12. 12 ആയാലോ? ഒരു 15 ഉറപ്പിക്കാൻ പറയും. ഇനി കുറയ്ക്കാൻ നിൽക്കല്ലോ. 15 ഉറപ്പിച്ചു. 14. 15 ഉറപ്പിച്ചു. 15 ഉറപ്പിച്ചു. നീ പണി ഒരു 15,300 രൂപ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? 300 ഞാൻ തരാം. 300 ഞാൻ ഇട്ടോളാം. 15,300 ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ഇതിന് പുറകെ കുത്തി കയറി നടക്കുന്നല്ലേ? ഞാൻ ഏറ്റു. അപ്പൊ ഉറപ്പിച്ചല്ലോ. വേഗട്ടെ നമ്മൾ പെട്ടുപോയി. അപ്പൊ കുറിപ്പിന്റെ ഒരു ഇച്ചിരി കാശ് എടുക്കും. ബാക്കി എത്ര ഞാൻ എടുക്കണം? കുറിപ്പിന്റെ ഒരു 5 രൂപ എടുക്കും. ബാക്കി 300 ഞാൻ ഇട്ടോളാം. അതെ പോട്ടെ. എല്ലാ ഇടകൂടെ ഒപ്പിച്ച് വെച്ചിട്ട് പതിന് ചെയ്യാൻ. എടി അലമാരയുടെ മോളിൽ പൈസ ഇരിപ്പുണ്ട്. ഓടിച്ചോ. സാറേ ഒരു മുറിയും തുറന്നോട്ടെ? ഒരു മുറി തുറക്കാൻ പറ്റില്ല. ആ മുറിയിൽ അലമാരിലെ പൈസ ഇരിക്കുന്നത്. ആരും